ഹലോ ഗൈസ്, നമുക്കിന്ന് പറയുമ്പോൾ ഒരു അൺബോക്സിംഗ് ആണ്. നമ്മുടെ ഈ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്താണ് നമുക്കൊരു വണ്ടി എടുക്കണം അതിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ടല്ലോ, നമുക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണെന്ന്, ഏതാണ് മോഡലെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ മാരുതി സുസുക്കിൻ്റെ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് മോഡലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പണി ചെയ്യണം, ഇപ്പോൾ മോഡിഫൈ ചെയ്യാനാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വണ്ടി ബോക്സ് ഓപ്പൺ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിത് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് സാധനം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. അതായത് വണ്ടി നമുക്കൊന്ന് ലോവർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സൈഡ് പാനലിൽ മറ്റേ ബ്ലാക്ക് ഡീറ്റെയിൽ ചെയ്യണം. നമ്മുടെ ഡോറിൻ്റെ ആ ഗ്ലാസിൻ്റെ വിൻഡോയുടെ ആ ഭാഗത്തൊക്കെ പറഞ്ഞ ആ ബീഡിങ് ഒക്കെ നമുക്ക് ബ്ലാക്ക് ചെയ്തെടുക്കണം. പിന്നെ ഹെഡ്ലൈറ്റ് നമുക്കൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യണം. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല്, പിന്നെ ഫോഗ് ലാമ്പ്, അതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ചെയ്യണം. വണ്ടി നമുക്ക് ഡീറ്റെയിൽ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് ഓൾറെഡി ഗ്രേയിലാണ് നിൽക്കുന്നത്. ഇൻറ്റീരിയർ ഗ്രേയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ബ്ലാക്ക് ചെയ്തെടുക്കണം. ഇത് വന്നിട്ട് സാൻഡി ടോയ്സിൻ്റെ മോഡലാണ്. സാൻഡി ടോയ്സിൻ്റെ ഇന്ത്യൻ ബ്രാൻഡാണ് സാൻഡി ടോയ്സ്. അപ്പോൾ സാൻഡി ടോയ്സിൻ്റെയാണ് ഈ മോഡൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് എന്നല്ല, ഒരു പ്ലാസ്റ്റിക് ABS അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഒരു മോഡൽ തന്നെയാണ്. നമുക്കിപ്പം വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് തുടങ്ങാം പെയിൻറ്റിങ്ങിനായിട്ട്. അങ്ങനെ നമ്മൾ പാർട്സൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഷെല്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെല്ലിൽ നിന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റിങ്ങിനാണ് നമുക്ക് കയറ്റാനുള്ളത്. ഷെല്ലിനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്തതിൽ മാസ്കിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്ത് നമ്മൾ മാസ്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൊസീജിയർ നോക്കാം. ഫുൾ ബോഡി നമ്മൾ മാസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റ് ആവാനുള്ള ഭാഗം മാത്രം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബോഡി ഷെല്ല് നമുക്ക് എത്തിയിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത ബോഡി ഷെല്ല് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് പരിവസ്ഥിതി നോക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പുറത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ 2 പീസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റ് ചെയ്തതിൻ്റെ വണ്ടിയുടെ നമ്മുടെ അവസ്ഥ. അതായത് നമ്മൾ ആ റെഡ് പെയിൻറ്റ് നമ്മൾ പോവാതെ തന്നെ ബ്ലാക്ക് പെയിൻറ്റ് മാത്രം നമ്മൾ ആവശ്യമുള്ളിടത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് അത്രയും നല്ല ക്വാളിറ്റി പെയിൻറ്റിങ് പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ടോപ്പ് നമ്മൾ പിയാനോ ബ്ലാക്ക് പോലെ നമ്മൾ ബ്ലാക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഡോറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ ഓൾറെഡി ഗ്രേ ആണ്. അപ്പോൾ ഈ ഗ്രേ നമുക്ക് കൺവേർട്ട് ചെയ്ത് ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ലിൽ ഈ ഗ്രില്ലിൽ നമുക്ക് ബ്ലാക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ബ്ലാക്ക് ചെയ്ത് നമുക്ക് ബ്ലാക്ക് കോട്ടിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ സ്വിഫ്റ്റിൻ്റെ ഓൾമോസ്റ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് നമ്മൾ പാർട്സ് ഡീറ്റെയിൽ ഇട്ടുണ്ട്. എല്ലാ പാർട്സും നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാർട്സ് സെറ്റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് പാർട്സ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനലി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഔട്ട് ഇങ്ങനെയാണ്. കണ്ടല്ലോ, നമ്മൾ ഫുള്ള് പാർട്സൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സ്ക്രൂ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇപ്പോൾ എക്സാക്റ്റ്
മോഡൽ. ഇപ്പം നമ്മളിപ്പം മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി മൊത്തത്തിൽ നമ്മൾ, അതായത് നമ്മൾ ടയർ ഉൾപ്പെടെ നമ്മുടെ ലോവർ ചെയ്തിട്ടുണ്ട്, ടയറൊക്കെ ലോവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി മാക്സിമം നമ്മൾ ബ്ലാക്ക് ഡീറ്റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഫോഗ് ലൈറ്റ്, പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ല്, അതൊക്കെ നമ്മുടെ എന്തായാലും മാക്സിമം നമ്മളെ എഫേർട്ട് എടുത്ത് നമ്മൾ പക്കയാക്കി എടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, വേണ്ടല്ലോ, ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോറും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇൻറ്റീരിയർ മാക്സിമം നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇൻറ്റീരിയറൊക്കെ നമ്മൾ അടിപൊളിയാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പെയിൻറ്റിങ് വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടയേഴ്സൊക്കെ നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു ബിൽട്ടാണ്, അല്ലാതെ നമ്മൾ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്വിഫ്റ്റിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതായത് നമ്മളൊരു മിനി സ്വിഫ്റ്റിൻ്റെ ഒരു ലുക്ക് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.